വാഗയിലെ മറ്റൊരു പോസ്റ്റിലേക്ക് ഉടല് ഛിന്ന ഭിന്നമാക്കി വലിച്ചെറിഞ്ഞപ്പോൾ എന്തേ ഇന്ത്യ രാജ്യത്തിനൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയി? ഇന്നുള്ള പട്ടാളം അന്നുണ്ടായിരുന്നില്ലേ? എന്തേ ചെയ്യാൻ സാധിച്ചില്ല? എന്തേ അതിനുവേണ്ടി തീരുമാനമെടുക്കേണ്ട അന്നത്തെ UPA ഭരണകൂടം, അന്നത്തെ മൻമോഹൻ സിംഗ്, അന്നത്തെ കോൺഗ്രസ് പാർട്ടി ആ ഒരു കർശനമായ നടപടി പാകിസ്ഥാനിനെ സ്വീകരിക്കാൻ അവസരം വന്നപ്പോൾ എന്തുകൊണ്ട് കൈ വിറച്ചുപോയി? എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? എൻ്റെ അമ്മമാർക്കും സഹോദരിമാർക്കും ഓർമ്മയില്ലേ? ഇന്ത്യൻ പട്ടാളത്തെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി 2 കണ്ണുകളും ചൂടിനെടുത്ത് 3 സൈനികരെ അതിനുശേഷം ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞ് വെല്ലുവിളി ഉയർത്തിയപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിച്ചോ? സാധിച്ചില്ലെന്ന് മാത്രമല്ല, അതിനൊക്കെ ഉത്തരം പറഞ്ഞ മൻമോഹൻ സിംഗിന്റെ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ കയ്യിൽ മാജിക്കില്ല, എൻ്റെ കയ്യിൽ മാജിക്കില്ല, അതുകൊണ്ട് ഞാൻ നടപടിയെ സംബന്ധിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം സാവകാശം തേടുകയായിരുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഉൾഫ തീവ്രവാദികൾ നമ്മുടെ അർദ്ധസൈനികർ യാത്ര ചെയ്ത വാഹനം അത് തടഞ്ഞ് ഇന്ത്യക്കാരായ എല്ലാ സൈനികരെയും വധിച്ചു. 11 ദിവസം പൂർത്തിയാകും മുമ്പ് ആ ഉൾഫ തടവുകാരുടെ അഭയസ്ഥാനങ്ങളായിരുന്ന മ്യാൻമറിലെ കാടുകളിൽ, മ്യാൻമർ എന്ന് പറഞ്ഞാൽ പഴയ ബർമയുടെ പേരാ, ആ ബർമയുടെ കാടുകളിൽ ഒളിച്ചിരുന്നവരെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മുടെ സൈനികർ പോയിട്ട് അവിടെ ചെന്ന് ആ മുഴുവൻ ആളുകളെയും, ആ ആക്രമണത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വകവരുത്തി ഭസ്മീകരിച്ച് ഇന്ത്യൻ പട്ടാളത്തിൽ ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു വന്ന ധീരസാഹസികത നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായത് നിങ്ങളൊക്കെ മറന്നുപോയോ? അതിനുശേഷമല്ലേ ഉറി സംഭവം? ഉറി നമ്മുടെ സൈനിക കേന്ദ്രത്തിൽ വെളുപ്പം കാലത്ത് ഇസ്ലാമിക തീവ്രവാദികൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോടെ കടന്നു വന്ന് നമ്മുടെ സൈനികരെ ആക്രമിച്ചു, ഒട്ടേറെ പേരെ കൊന്നൊടുക്കി. ഞാൻ ഓർക്കുന്നു, അതിന്റെ 4ാമത്തെ ദിവസമാണ് നരേന്ദ്രമോദി കോഴിക്കോട്ടെ കടപ്പുറത്തെത്തിയത്. BJPയുടെ ദേശീയ സമ്മേളനത്തിലെത്തിയ അദ്ദേഹം വന്ന് പറഞ്ഞു, ഞങ്ങള് പാകിസ്ഥാനിലെ ജനങ്ങളെയല്ല ഇത് തിരിച്ചടി നൽകാൻ പോകുന്നത്, പക്ഷെ തിരിച്ചടി നൽകാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കോഴിക്കോട്ടെ കടപ്പുറത്ത് നിന്നും നരേന്ദ്രമോദി ഡൽഹിയിലെത്തിയതിന്റെ 7ാമത്തെ ദിവസമാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. ഞാൻ ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വരില്ല. എന്താ പാക് അധിനിവേശ കൈവശമുള്ള കാശ്മീർ എന്ന് പറഞ്ഞാൽ? രാമൻ നായരുടെ പഴയ പാർട്ടി, ആ പാർട്ടിയുടെ ജവഹർലാൽ നെഹ്റുവിനെ ഞാൻ മാനിക്കുന്നു. ഏതാ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് അറിയാമോ? 48-ൽ പാകിസ്ഥാൻ ആക്രമിച്ച് ഇന്ത്യയിലേക്ക് ആക്രമിച്ച് കടന്ന് ഇന്ത്യയുടെ കാശ്മീരിന്റെ 3 ഭാഗം കൈവശപ്പെടുത്തിയപ്പോൾ പഴയ ആളുകൾക്കറിയാം, നമ്മുടെ അന്നത്തെ ഫീൽഡ് മാർഷൽ ജനറൽ കരിയപ്പ പോയി ആ സ്ഥലം മുഴുവൻ തിരിച്ചു പിടിച്ചപ്പോ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞത് സർ ജവഹർലാൽ നെഹ്റു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആ സ്ഥലം പാകിസ്ഥാനെ ഇരിക്കാൻ പറഞ്ഞു. അതാണ് ഇപ്പൊ നമുക്കെതിരായി ഭീകരവാദികളെ വാർത്തെടുക്കുന്ന സെന്റർ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീര POK. ഒരു ഈ സംഭവത്തെ തുടർന്ന് നമ്മുടെ പട്ടാളം, നമ്മുടെ വ്യോമസേന കണിശമായി ആ 3 ഭീകരവാദ കേന്ദ്രങ്ങളും കണ്ടെത്തിയിട്ട് കൃത്യമായി അവിടെ ചെന്ന് അതെല്ലാം നശിപ്പിച്ച് ഒരു പോറലുമേൽക്കാതെ ഇന്ത്യയിലേക്ക് അവരെല്ലാം
വിശ്വവിജയിയായി ഇന്ത്യ മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ സംഭവം ഞാൻ സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ സംഭവം 40 സൈനികര് യാത്ര ചെയ്തു പോയവരെ വാഹന വ്യൂഹത്തിൽ ഒരു ഭീകരവാദി ചാവേറ് സ്ഫോടക വസ്തുക്കളുമായി ആക്രമിച്ച് 40 പേരെ കൊന്നപ്പോൾ ആ ചാവേർ എഴുതി വെച്ച കത്തെന്താ? RSSകാരെയും BJPക്കാരെയും വർഗീയവാദികളാണ് എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയായില്ലേ? ആ യുവാവ് എഴുതി വെച്ച കത്തിൽ എന്റെ ഈ കത്ത് വായിക്കുമ്പോഴേക്കും ഞാൻ സ്വർഗത്തിലെത്തിയിരിക്കും. 40ഓളം ആളുകളെ കൊന്ന സ്ഫോടക വസ്തുക്കളുമായി അറ്റാക്ക് ചെയ്യുന്നത് ദൈവിക കാര്യമാണ്, അള്ളാഹു സ്വീകരിച്ച് സ്വർഗത്തിലിരുത്തും എന്ന എഴുതി വെക്കാൻ തക്കവണ്ണം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത ഒരു സമ്പ്രദായത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ മുസ്ലിങ്ങൾക്കല്ലെതിരെ ഈ സമീപനത്തെ എതിർക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടവരല്ലേ ജനങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ വയനാട്ടില് ഒരു സൈനികൻ ഉൾപ്പെടെ ആ വീട്ടിൽ ഞങ്ങളെല്ലാം പോയതാണ്. കൊല്ലപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കെന്തായിരുന്നു? അവരുടെ ബലിദാനം വൃഥാവിനാകില്ല. അത് പറഞ്ഞ് 11ാമത്തെ ദിവസം പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ കഴിഞ്ഞ് 46 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്ന് അവരുടെ റഡാറുകളെല്ലാം അതിനെ നിഷ്പ്രഭമാക്കി അവിടെ ചെന്ന് 21 മിനിറ്റ് കൊണ്ട് ചെയ്തവനെയും അക്രമകാരികളെയും ഇസ്ലാമിക തീവ്രവാദികളായ ഭീകരവാദികളെയും എല്ലാം തകർത്ത് നമ്മുടെ സൈന്യം തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ അല്ലയോ കോൺഗ്രസ്സുകാരാ, അല്ലയോ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ നെഞ്ചിലേക്ക് നടക്കുന്ന കേരളക്കാരോട് ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താ? പാകിസ്ഥാൻ തിരിച്ചടിച്ചില്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അർപ്പിച്ച ആൾക്കാരാണ്. പക്ഷേ അവിടെ ചെന്നിട്ട് ഇപ്പൊ പറയുന്നുണ്ട, നരേന്ദ്രമോദി അതിന്റെ കണക്കെടുത്തില്ല. സൈനികന്മാരെ 21 മിനിറ്റ് നേരം റഡാറ്, വധയന്ത്ര തോക്കുകള്, വിമാനത്തെ കൊല്ലാൻ നിൽക്കുന്നവര്, സർവ്വസന്നാഹങ്ങളോട് നിൽക്കുന്നിടത്ത് സൂത്രശാലികളായി സമർത്ഥമായി അവിടെ ചെന്ന് 21 മിനിറ്റ് കൊണ്ട് 3 ലക്ഷ്യങ്ങളും ഭസ്മീകരിച്ച് തിരിച്ചു പോകുമ്പം നമ്മുടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് നരേന്ദ്രമോദി പരാജയപ്പെട്ടു, കാരണം അവിടെ എത്ര പേരാ മരിച്ചു വീഴുന്ന കണക്കെടുക്കാൻ നിന്നില്ലെന്ന. സാമാന്യ ബുദ്ധി ഉണ്ടോ കോൺഗ്രസ്സുകാർക്ക്? ആ 21 മിനിറ്റ് സമയം അവിടെ കണക്കെടുക്കാൻ താഴെ ഇറങ്ങി ഓരോ സ്ഥലത്തും കണക്കെടുക്കാൻ നിന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗതിയെത്താകുമായിരുന്നു. അതുകൊണ്ട് ഇത്രയും ബാലിശ്യമായ നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. പഴയ കോൺഗ്രസ് ഇന്നില്ല. രാമൻ നായരും അതുപോലുള്ള ആശങ്കറും മന്നത്ത് പത്മനാഭനും ഒക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇന്നില്ല. ഇന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ രമേശ് ചെന്നിത്തലയുടെയും ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസിനെ വിശ്വസിക്കരുത്. മാനേറ്റ് ഗോപിനാഥപിള്ള എന്റെ ചെറുപ്പത്തിൽ ആറന്മുള മണ്ഡലമായിരുന്നു വെൺമണി. എനിക്കറിയാം, മാനേറ്റ് ഗോപിനാഥപിള്ള മത്സരിച്ച സമയത്തൊക്കെ കോൺഗ്രസ് ഘടകത്തിന് മകനിവിടെ വന്നിട്ടുണ്ടാവും, എന്നോട് വിളിച്ചു വന്നു. എനിക്കറിയില്ലുണ്ടോ? പ്രധാനമന്ത്രിയില്ലേ? അപ്പൊ ഇങ്ങനെ ദേശീയവാദികളായ കോൺഗ്രസ്സുകാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം, NS കൃഷ്ണപിള്ള കോൺഗ്രസ് ആയിരുന്ന കാലഘട്ടം, തളത്തിൽ വേലായുധൻ നായർ കോൺഗ്രസ് ആയിരുന്ന കാലഘട്ടം, മന്നത്ത് പത്മനാഭൻ കോൺഗ്രസ് ആയിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ഒറിജിനൽ കോൺഗ്രസ് ഇപ്പോഴില്ല. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസ്സാണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസിനെ കുറിച്ച് രാമൻ നായർ അദ്ദേഹത്തിന്റെ ജില്ലയുടെ ഒരു വലിയ നേതാവിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും പേര് നിങ്ങൾക്കറിയാം. റേപ്പ് കേസിൽ പ്രതിയായ അദ്ദേഹത്തിന്റെ നേതാവിനെ കുറിച്ച് അദ്ദേഹം പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പേര് തന്നെയാണ് ആ റേപ്പ് കേസിലെ പ്രതിയായ AICC ജനറൽ സെക്രട്ടറി എന്ന് രാമൻ നായർ ലക്ഷണം കണക്കെടുത്തിട്ട് ഞാൻ ആ പേര് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ അത്തരം ആളുകൾ വേണോ? അതിന് വേണോ?
BJPയുടെ കരുത്തരായ കേരള നേതാക്കളിൽ പ്രമുഖരായ സുരേന്ദ്രനെ പോലുള്ള ചെറുപ്പക്കാർ പാർലമെന്റിലേക്ക് എത്തിപ്പെടാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഈ മണ്ഡലത്തിൽ പ്രതിബദ്ധതയുണ്ട്. ആ ചരിത്രപരമായ ചുമതല നമ്മൾ നിറവേറ്റാൻ ശ്രമിക്കണം. മാധ്യമങ്ങളെ ആരും എതിർക്കേണ്ടതില്ല. പക്ഷേ മാധ്യമങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കരുത്. BJPയുടെ മുന്നേറ്റത്തിന് തടയിടാൻ കേരളത്തിലുടനീളം അത്തരത്തിലുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു. അതിന്റെ പുറകെ പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഒരു ചാനല്, ആ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ദൗത്യം പ്രധാനപ്പെട്ട ചാനലാണ്. ആ ചാനല് ശബരിമല ഒക്ടോബർ മാസം 1-ാം തീയതി സമരം തുടങ്ങിയ അന്ന് മുതൽ ആ സമരത്തെ പിന്നിൽ നിന്ന് കുത്താനും ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ശ്രമിച്ചു വരുന്ന ഒരു ചാനലുണ്ട്. നിങ്ങൾക്ക് ആ ചാനലിനെ സംബന്ധിച്ച് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണ മാധ്യമങ്ങളെല്ലാം ജനാധിപത്യത്തിൽ അതിനെല്ലാം അവർ പ്രവർത്തിക്കട്ടെ, ഞാനതിനൊന്നും തടസ്സമായി പറയുന്നില്ല. പക്ഷെ വിശ്വസിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും ചരിത്രം മാറ്റിക്കുറിക്കാൻ സാധിക്കും. ആ ചരിത്രം മാറ്റിക്കുറിക്കുന്ന പ്രക്രിയ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കേരളത്തിനിടയാക്കും. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരും. നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാസംഘം, ആ യാത്രാസംഘത്തോടൊപ്പം നമുക്ക് അണിചേരാൻ മലയാളികൾ 2014 അതിൽ പരാജയപ്പെട്ടവരാണ്, വിമുഖത കാട്ടിയവരാണ്, അതറിയാതെ പോയവരാണ്. ഇന്നത് മാറിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം നരേന്ദ്രമോദിയുടെ 2ാം മന്ത്രിസഭയിൽ കേരളത്തിൽ ആളുകൾ ഉണ്ടാവണം. തീർച്ചയായും അതിന് തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരുണ്ടാകണം. പത്തനംതിട്ട ഉൾപ്പെടെ ഒട്ടേറെ മണ്ഡലങ്ങളിൽ നിന്നും BJPയുടെ MP-മാര് മെയ് മാസം 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകും. ആ കൂട്ടത്തിൽ ഈ പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുരേന്ദ്രൻ ഉണ്ടാകും. അതിന് നിങ്ങളുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോട്, താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എനിക്ക് നാളെ കാസർഗോഡാണ് പരിപാടി. അതുകൊണ്ട് മാവേലി എക്സ്പ്രസിന് 8 മണിയോടുകൂടി കായംകുളത്ത് എത്തേണ്ടത് കൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം. സുരേന്ദ്രൻ്റെ പ്രസംഗം ഉൾപ്പെടെയുള്ളത് കേൾക്കാൻ എനിക്ക് സാധിക്കാത്ത സാഹചര്യമാണ്. എങ്കിലും എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഇവിടെ തുടിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത്. മണമ്പളയിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതിയതായി ചേരുന്നവരെ നമ്മൾ ഇപ്പോൾ പുതിയ അംഗത്വം നൽകുന്നതാണ്. ശ്രീമതി ആശ രവീന്ദ്രൻ, DCC മുൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹിന്ദു ചൂടിന്റെ സഹോദരിയാണ് ശ്രീമതി ആശ രവീന്ദ്രൻ. മുമ്പേ ചേട്ടാ മതി. അടുത്തത് ശ്രീ മാലയത്ത് പ്രതാപചന്ദ്രൻ, ആദ്യത്തെ MLA ആയ ആറന്മുളയുടെ MLA ആയ ശ്രീ മാലയത്ത് ഗോപിനാഥ പിള്ളയുടെ മകനാണ്. മാലയത്ത് പ്രതാപചന്ദ്രൻ. ലിസ്റ്റ് തന്നായിരുന്നു. അടുത്തത് അനിൽകുമാർ വല്ലന, രാജേന്ദ്രൻ വല്ലന, ശ്രീ അനിൽകുമാർ വല്ലന CPM, ശ്രീ രാജേന്ദ്രൻ വല്ലന CPM, ശ്രീ ബിച്ചു തടത്തിൽ കിടക്കിയതിൽ CPM, ശ്രീ സുനിൽ CPM,
ശ്രീ ബീനുക്കുട്ടൻ, ശ്രീ നാരായണൻ, ശ്രീ ബിനു മനോജ് CPM, ശ്രീ മധുസൂദൻ നായർ CPM, ശ്രീ മനോജ് കുമാർ BC കോൺഗ്രസ്, ശ്രീമതി അമ്പിളി സോമൻ CPM, ശ്രീ തുളസി കുമാർ CPM. സുരേന്ദ്രജിയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് നമ്മുടെ ഇവിടുത്തെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സ്വരൂപിച്ച ഫണ്ട് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റിന് കൈമാറുന്നതാണ്. ആറന്മുളയിലെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെ ആറന്മുള പഞ്ചായത്ത് കമ്മിറ്റിയുടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സ്വരൂപിച്ച ഫണ്ട് ഇപ്പോൾ നമ്മുടെ ആരാധനായ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് അവർ കൈമാറുന്നതാണ്. അവരെ കയറില്ല. ആ സ്റ്റേജിൽ നിൽക്കുന്നവർ ചേട്ടാ അങ്ങോട്ട് ഇറങ്ങിക്കണം. സ്റ്റേജിൽ നിൽക്കുന്നവർ ബാക്കിയുള്ളവർ തുടങ്ങി എന്നാൽ അവരെ കയറ്റി വിടാൻ. സുരേന്ദ്രജിയെ സ്വീകരിക്കാനായിട്ട് ആൾക്കാരെ വിളിക്കുന്നു. 1-2 പേരെ സ്വീകരിക്കുന്നു. ആറന്മുളയിലെ ആവേശകരമായ സ്വീകരണത്തിന്, സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നമ്മുടെ കെ സുരേന്ദ്രജി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഏറെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കൺവെൻഷന്റെ അധ്യക്ഷൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മണ്ഡലം കൺവീനർ അഭിലാഷ്, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്, ഇവിടെ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സർവാദരണീയനായ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള സാർ, മുതിർന്ന നേതാവ് ശ്രീ VN ഉണ്ണിച്ചേട്ടൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ അശോകൻ കൊളനട, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി ആർ നായർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ രാമൻ നായർ സാർ, ഈ വേദിയിൽ അനേകം BJP നേതാക്കൾ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കളുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് വായിക്കുന്നില്ല. സർവാദരണീയരായിട്ടുള്ള നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, കൊച്ചുകുട്ടികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, വോട്ടർമാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഹോളിനകത്തുള്ളതിനേക്കാൾ 4 ഇരട്ടി ആളുകൾ ഇതിൻ്റെ പുറത്ത്, അവർക്ക് ഇതിനകത്ത് കടക്കാൻ പറ്റാത്ത വിധം ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് അമ്മമാർ, എനിക്കറിയാം 2-3 മണിക്കൂറായി ഇവിടെ വന്നിരിക്കുകയാണ്. ഈ സന്ധ്യാസമയമായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നും എനിക്കറിയാം. സ്ഥാനാർത്ഥിയെ വന്നു കണ്ടു, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാതെ എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ അമ്മമാരുടെ ഈ വികാര പ്രകടനമാണ് പത്തനംതിട്ടയിൽ എൻ്റെ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 5-6 മാസമായി നിങ്ങളെല്ലാവരും അങ്ങേയറ്റത്തെ വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിങ്ങനെ നീറുകയാണ്. എത്രയോ കാലമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ചില വിശ്വാസങ്ങൾ, നമ്മുടെ സംസ്കാരം, പാരമ്പര്യം, നമ്മൾ മരിച്ചുപോയാലും നമ്മുടെ മക്കളും കൊച്ചുമക്കളും
അതേ വഴിയിൽ സഞ്ചരിക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹം, അതിനെല്ലാം വലിയ തടസ്സമായിട്ടൊരു ഭരണകൂടം പരിശ്രമിച്ചപ്പോൾ ഇവിടെ ആദ്യം തെരുവിലിറങ്ങിയത് മറ്റാരുമല്ല, ഈ അമ്മമാരാണ് എന്നുള്ളത് എനിക്കറിയാം. അവർ തെരുവിലിറങ്ങിയതുകൊണ്ടാണ് സമൂഹം സടകുടഞ്ഞ് എഴുന്നേറ്റത്. അവരുടെ ഗദ്ഗത കണ്ഠങ്ങളിൽ നിന്നാണ്, നാമജപ പ്രതിഷേധങ്ങളിൽ നിന്നാണ് ലോകം മുഴുവനുള്ള വിശ്വാസി സമൂഹം സടകുടഞ്ഞ് എഴുന്നേറ്റ് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മഹാശക്തിയായി ഇവിടെ വളർന്നു വന്നു. ഞാൻ അവരോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ആശങ്കകൾ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് നഷ്ടബോധം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള വേദന ഒരു നെരിപ്പോട് പോലെ ഇങ്ങനെ നെഞ്ചിലെ തീ, ആ തീ അണയ്ക്കുക എന്നുള്ളതാണ് പത്തനംതിട്ടയിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകാനുള്ള വാഗ്ദാനം എന്നുള്ളതാണ്. ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള അനേകം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഈ മണ്ണ് പവിത്രമായിട്ടുള്ള ഒരു മണ്ണാണ്. ഇവിടെ ലോകം മുഴുവനുള്ള ആളുകൾ ഇങ്ങോട്ട് ഉറ്റുനോക്കുന്നുണ്ട്. BJP ഇതിനു മുമ്പും ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. BJPക്ക് ഞാൻ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പലയിടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. NDA 2004 ഇവിടെ ഒരു സീറ്റ് നേടിയിട്ടുമുണ്ട്. BJP എന്നുള്ള നിലയിലോ അതിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു പ്രവർത്തകൻ നിൽക്കുന്നു എന്നുള്ള നിലയിലോ അല്ല നിങ്ങളെല്ലാവരും ലോകം മുഴുവൻ പത്തനംതിട്ടയെ ഉറ്റുനോക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം, ഈ വികാര പ്രകടനം, ഈ ആത്മരോഷം എനിക്കുള്ളതല്ല, അവിടെയാണെന്ന് എനിക്ക് അസലായിട്ട് അറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പത്തനംതിട്ടയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ശബരിമല തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് യാതൊരു തർക്കവുമില്ല. പത്തനംതിട്ടയിലെ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകർ 3 സ്ഥാനാർത്ഥികളെയും വിളിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുകളെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ പറഞ്ഞത്, എന്തായിരിക്കും നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്നവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, പത്തനംതിട്ടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാനുള്ള ഭാഗ്യമുണ്ടായാൽ, അവസരം ലഭിച്ചാൽ ശബരിമലയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചുമതലയായിട്ട്. ശബരിമല അങ്ങനെ ആർക്കും വന്ന് നിരങ്ങാനുള്ള ഒരു ചന്തയല്ല എന്ന് ഈ നാട്ടിലെ സമൂഹത്തിന് തെളിയിച്ചു കൊടുക്കാനുള്ള അവസരമാണ്. ആർക്കും വന്ന് കൊട്ടാനുള്ള ചന്തയല്ല, ലോകം മുഴുവനുള്ള വിശ്വാസി സമൂഹത്തിന്റെ പ്രാർത്ഥനാ കേന്ദ്രമാണ്. ഒരു ഭരണകൂടം എല്ലാവിധ മർദ്ദനോപാധികളെയും ഉപയോഗിച്ചുകൊണ്ട് കൊടിയ പീഡനങ്ങൾ, വിശ്വാസി സമൂഹത്തിനെതിരെ വേട്ടയാടലുകൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ എല്ലാം ഒരു ജനതയുടെ നേരെ നീട്ടിപ്പിടിച്ചപ്പോൾ നാം പരാജയപ്പെട്ടിട്ടില്ല. നാം സ്വന്തം കാര്യം നോക്കിയിട്ടില്ല. ഹരിവരാസനം പാടി അയ്യപ്പന്റെ നട അടയ്ക്കുന്നത് വരെ അമ്മമാർ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്ന നാളുകൾ ഉണ്ടായിരുന്നില്ലേ? ഈ ജനൻ TV ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളത് കണ്ടു. ജനൻ TV കാണിച്ചതുകൊണ്ട് ബാക്കി എല്ലാവരും കാണിച്ചു എന്നുള്ളത് ശരിയാണ്. ഒരു ഗവൺമെന്റ് ചെയ്യാവുന്നതിന്റെ പരമാവധി ഒരു സമൂഹത്തോട് ചെയ്തിരിക്കുന്നു. അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് വേറെ മാർഗങ്ങളില്ല. അതിനുള്ള മറുപടി ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വെടിയുണ്ടകളെക്കാൾ ശക്തിയുള്ള ആയുധം നമ്മുടെ കൈവിരൽ തുമ്പിലുണ്ട്. ഏപ്രിൽ മാസം 23-ാം തീയതി
പത്തനംതിട്ടയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 6 മാസത്തെ സംഭവങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ മനസ്സിൽ വരുമെന്ന് എനിക്കറിയാം. അതിന് ബിംബങ്ങളും ചിത്രങ്ങളും പ്രദർശനങ്ങളും വാക്കുകളും വരകളും ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് പറിച്ചു മാറ്റാൻ ഒരു ശക്തിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു ഭരണകൂടത്തിനും സാധിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് തോറ്റു കൊടുക്കാനാവില്ല. ഇവിടെ നാം തോറ്റു കൊടുത്താൽ അടുത്ത തലമുറ നമ്മളെ നോക്കി നിങ്ങളൊക്കെ ഇവിടെ എന്തിനാണ് ജീവിച്ചത് എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടാവും. ചില ആളുകൾ മാരീജനന്മാരെ പോലെ ഇപ്പൊ വന്നിരിക്കുകയാണ്. ചില ആളുകൾ അദ്ദേഹത്തിന്റെ പഴയ പാർട്ടിക്കാരിപ്പോ മാരീജനെ പോലെ പുതിയ കുപ്പായമൊക്കെ തയ്പ്പിച്ച് വന്നിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസികളുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞത്. അവരാരും തന്നെ വിശ്വാസികളുടെ കൂടെ നിന്നിട്ടില്ല. ഈ ദുർഘട കാലത്ത് നാം എന്ത് ചെയ്യണമെന്നറിയാതെ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ കാലത്ത്, പൊട്ടിക്കരഞ്ഞ കാലത്ത്, നെഞ്ചത്തടിച്ച കാലത്ത് നമ്മെ സഹായിക്കാൻ ഇവരാരും ഉണ്ടായിരുന്നില്ല. ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആപത്ത കാലത്ത് അവരുടെ കൂടെ നിൽക്കേണ്ടവരാണ്. അവരാരും നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയൊരു മാറ്റം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ ഗ്രാമത്തിലും ചെന്ന് നോക്കുമ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസം 24-ാം തീയതി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങി അവിടെ കാലുകുത്തിയ നിമിഷം മുതൽ ഇന്നിപ്പോൾ ആറന്മുളയിലെ ഈ പവിത്രമായിട്ടുള്ള മണ്ണിൽ വന്ന് നിൽക്കുന്നത് വരെയുള്ള ഓരോ മിനിറ്റിലും ജനങ്ങളുടെ നെഞ്ചിടിപ്പ് എനിക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. ആ നെഞ്ചിടിപ്പിനുള്ള കാരണം BJP സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നോടുള്ള സ്നേഹമാണ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു വിഡ്ഢിയായി. ആ നെഞ്ചിടിപ്പിനും സ്നേഹപ്രകടനത്തിനുള്ള കാരണം പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ചില ആളുകൾ മനഃപൂർവ്വം ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്, ഇതിവിടെ ചർച്ച ചെയ്യാനേ പാടില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. അപ്പോ ബാബറി മസ്ജിദ് ചർച്ച ചെയ്യുന്ന ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. 1992 മുതൽ ഇവിടെയുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും പള്ളി വിളിച്ചു എന്ന് പറഞ്ഞ് ഓരോ വീടും കയറി അത് തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കുമ്പോൾ ഇവിടെ ആരും അതിന് തടസ്സം നിന്നിരുന്നില്ല. പക്ഷെ ചില സത്യങ്ങൾ പറയുമ്പോൾ അത് പാടില്ല എന്ന് പറയാൻ CPM-നെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അതിവിടെ ചർച്ച ചെയ്യരുത് എന്നുള്ള അവരുടെ വാശിയാണ്. അതുകൊണ്ട് അമ്മമാർ അത് തന്നെ ചർച്ച ചെയ്യണം. ഓരോ വീട്ടിലും അത് തന്നെ, ഈ സന്ദേശം തന്നെ എത്തിക്കണം. വേദനിക്കുന്ന ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഈ കാര്യം തന്നെ നമുക്ക് പറയാൻ സാധിക്കണം. ജനങ്ങളാണ് യജമാനന്മാർ ജനാധിപത്യത്തിൽ. ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ജനങ്ങളുടെ ഭൂരിപക്ഷമാണ് ഇവിടെ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചർച്ചകളെല്ലാം ജനങ്ങൾ നടത്തും. നാം ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുന്നവരാണ്. ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ ഇന്നേ വരെ നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല. കേരളത്തിൽ ഒരു BJP സ്ഥാനാർത്ഥിക്കെതിരെയും ഇന്ന് വരെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലുമില്ല. നാം തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മര്യാദകളും പഥ്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി ശ്രീധരൻപിള്ള പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനതുകൊണ്ട് പറയാം, ഇവിടേക്ക് വന്നിരിക്കും. എനിക്ക് തോന്നുന്ന ഒരർത്ഥത്തിൽ നന്നായി എന്നുള്ളതല്ല. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ് ശരിയാവണ്ണം വിലയിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നത് നന്നായിരിക്കുന്നു. കാരണം ഇവിടെ അപ്രസക്തമാവാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി CPM-നും ഇടതുപക്ഷത്തിനും എന്താണ് പ്രസക്തി? CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണല്ലോ രാഹുൽ ഗാന്ധി.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. അപ്പൊ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അപ്പൊ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്ന ആളിവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഇതിൽ കളം വിട്ട് പോയിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിന്റെ ചിത്രങ്ങളൊന്നും ഇത്രയും കാലം കേരളത്തിൽ നേരിട്ട് പ്രതിഫലിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ അതും സംഭവിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ നേരിടാൻ പോകുന്നത് മറ്റാരുമല്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. സീതാറാം യെച്ചൂരിയുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വന്നതെന്നാണ് പറഞ്ഞത്. ഇത്രയും ദിവസം ഒരാഴ്ച കേരളത്തിലേക്ക് വരാതിരുന്നതിന്റെ കാരണം CPM-ന്റെ എതിർപ്പാണ്. ഇപ്പൊ എന്താണ് CPM എതിർപ്പ് പിൻവലിക്കാനുള്ള കാരണം? ഉറപ്പാണ്, ഇവർ തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ BJP-ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ പരാജയപ്പെടുത്തി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ പങ്കുവയ്ക്കാനുള്ള നീക്കമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള തീരുമാനത്തിന് പിന്നിൽ പത്തനംതിട്ടയും ഉണ്ട് എന്നാണ്. നമ്മൾ ജയിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അമ്മമാരുടെ ഒരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന മലയാളി, പരിണതപ്രജ്ഞനായിട്ടുള്ള സന്യാസിയെ പോലെ കേരളം കാണുന്ന O രാജഗോപാൽജി, ഇത്രയധികം നല്ല കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്ത ഒരു മന്ത്രിയും ഈ നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ 8ഉം 10ഉം കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. നാം പരാജയപ്പെടുത്തിയിട്ടും വാജ്പേയി ഗവൺമെന്റ് രാജ്യസഭയിലേക്ക് അയച്ച് മധ്യപ്രദേശിൽ നിന്നും പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്ത് ഇവിടെ മന്ത്രിയാക്കിയതാണ് രാജേട്ടൻ. ആ രാജേട്ടൻ ചെയ്തതുപോലുള്ള ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ നാടിന് നൽകിയ ഒരാളെ പോലും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ജാതി മത ചിന്തകൾ ഉപയോഗിച്ച് ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്തി 14,000 വോട്ടിനാണ് ആ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജഗോപാൽജി തിരുവനന്തപുരത്ത് തോറ്റത്. അതൊരു പാഠമായിരിക്കട്ടെ. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചു നിന്നാലും BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടുമായി 50%-ലധികം വോട്ട് നേടി BJP എംപിമാർ ജയിക്കുന്ന നിലയിലേക്ക് കേരളത്തെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ കേരള വരവ് നമുക്ക് നൽകുന്ന സൂചന. അതുകൊണ്ട് ഈ പ്രതിഷേധം, ശക്തമായിട്ടുള്ള ഈ വികാരം ഓരോ വീടുകളിലേക്കും ഓരോ ഹൃദയങ്ങളിലേക്കും സന്നിവേശിപ്പിക്കാൻ അമ്മമാർ മുൻകൈയെടുക്കണം, സഹോദരിമാർ മുൻകൈയെടുക്കണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പന്തളത്തെ മണികണ്ഠൻ ആൽത്തറയുടെ മുന്നിൽ നിന്നും ആരും ആവശ്യപ്പെടാതെ നിങ്ങൾ തുടങ്ങി വെച്ച ആ മഹത്തായിട്ടുള്ള വിപ്ലവം നാമജപ പ്രതിഷേധമായി കേരളം മുഴുവൻ അലയടിച്ച് അതിന്റെ അനുരണനങ്ങൾ ഇന്ത്യ രാജ്യം കടന്ന് ലോകം മുഴുവൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോ പൂഞ്ഞാറിൽ നിന്നാണ് വരുന്നത്. എന്നോട് ഷാജിയാർ നായരുണ്ടായിരുന്നു. എനിക്ക് ആറന്മുള ഈ കൺവെൻഷനെ സംബന്ധിച്ച് ഒരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം ആറന്മുള അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ പൂഞ്ഞാർ അങ്ങനെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമല്ല. ഷാജിയോട് ചോദിച്ചു നോക്കുക, പൂഞ്ഞാറിലെ അമ്മമാരുടെ ആയിരക്കണക്കിന് അമ്മമാരാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ അമ്മമാരുടെ ശക്തി, മാതൃശക്തി ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കാൻ പോകുന്നത് അമ്മമാരുടെ ശക്തിയാണ്. പുരുഷന്മാര് മാലയിട്ട് വ്രതമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചില മരിച്ച വീട്ടിലൊക്കെ പോകേണ്ടി വരും, പല ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ പുരുഷന്മാർ മാലയിട്ട് വ്രതശുദ്ധിയോടുകൂടി പോകുമ്പോൾ ആ വീട്ടിലെ അമ്മമാരാണ്, ഭാര്യമാരാണ്, സഹോദരിമാരാണ് അവരെക്കാൾ കൂടുതൽ ശുദ്ധിയോടും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഇവിടെ നമ്മെ നയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുരുഷന്മാർ വേണമെന്നല്ല. ഈ അമ്മമാരുടെ ശക്തി, മാതൃശക്തിയുടെ വിരാട രൂപം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ഉയർന്നു നിൽക്കുന്ന ഈ മാതൃശക്തിയുടെ വിരാട രൂപം ഇനിയുള്ള 22 ദിവസം വീടുകളിൽ നിന്ന് വീടുകളിലേക്ക്, മനസ്സിൽ നിന്ന് മനസ്സിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നിങ്ങൾ സന്നിവേശിപ്പിച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി ഇവിടെ വിജയിക്കാൻ സാധിക്കും. BJP
ഇത്രയും കാലം ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമായിരുന്നു. ഇത്രയും കാലം ജാതിയുടെ മതത്തിന്റെ ഒക്കെ പേര് പറഞ്ഞുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നു. ഇതാദ്യമായിട്ട് ഒരു ഒന്നിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയം ഇവിടെ ഉപയോഗിക്കും. ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടുന്ന ചരിത്രമേ നാം പഠിച്ചിട്ടുള്ളൂ, നാം കണ്ടിട്ടുള്ളൂ. UDF-ഉം LDF-ഉം ജനങ്ങളെ ഭിന്നിപ്പിച്ചാണ് ജയിക്കുന്നത്. എന്നാൽ 65 കൊല്ലത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ട് ജനങ്ങളെ ആകെ ഒന്നിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒന്നിപ്പിക്കുന്നതിന്റെ കാരണം ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളുള്ളത് കൊണ്ട് ഇവിടെ പറയുന്നില്ല. ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 23-ാം തീയതി വരുന്നത്. അതിന് ആ ദിവസം വരെ പോളിംഗ് കഴിയുന്ന 5 മണി വരെ ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും വിശ്വാസി സമൂഹവും ഒറ്റക്കെട്ടായി ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. നിങ്ങളുടെ കൂടെയുള്ള ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാൻ, വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ഒരു അനിയനായി, ഒരു മകനായി നിങ്ങളുടെ ഉണ്ടാവും. വാഗ്ദാനങ്ങളൊന്നും അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമം കുറച്ചുകൂടി ശക്തിപ്പെടുത്തണമെന്ന് മാത്രം വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും കാണാനും നിങ്ങൾ നൽകിയ ഊഷ്മളമായിട്ടുള്ള ഈ വരവേൽപ്പിന് നന്ദി പ്രകാശിപ്പിക്കാനും അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വാഗയിലെ വചന പോസ്റ്റിലേക്ക് ഉടല് ഛിന്ന ഭിന്നമാക്കി വലിച്ചെറിഞ്ഞപ്പോൾ എന്തേ ഇന്ത്യ രാജ്യത്തിനൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയി? ഇന്നുള്ള പട്ടാളം അന്നുണ്ടായിരുന്നില്ലേ? എന്തേ ചെയ്യാൻ സാധിച്ചില്ല? എന്തേ അതിനുവേണ്ടി തീരുമാനമെടുക്കേണ്ട അന്നത്തെ UPA ഭരണകൂടം, അന്നത്തെ മൻമോഹൻ സിംഗ്, അന്നത്തെ കോൺഗ്രസ് പാർട്ടി ആ ഒരു കർശനമായ നടപടി പാകിസ്ഥാനിനെ സ്വീകരിക്കാൻ അവസരം വന്നപ്പോൾ എന്തുകൊണ്ട് കൈ വിറച്ചുപോയി? എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? എന്റെ അമ്മമാർക്കും സഹോദരിമാർക്കും ഓർമ്മയില്ലേ? ഇന്ത്യൻ പട്ടാളത്തെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി 2 കണ്ണുകളും ചൂടിനെടുത്ത് 3 സൈനികരെ അതിനുശേഷം ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞ് വെല്ലുവിളി ഉയർത്തിയപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിച്ചോ? സാധിച്ചില്ലെന്ന് മാത്രമല്ല, അതിനൊക്കെ ഉത്തരം പറഞ്ഞ മൻമോഹൻ സിംഗിന്റെ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്റെ കയ്യിൽ മാജിക്കില്ല, എന്റെ കയ്യിൽ മാജിക്കില്ല, അതുകൊണ്ട് ഞാൻ നടപടിയെ സംബന്ധിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം സാവകാശം തേടുകയായിരുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഉൾഫ തീവ്രവാദികൾ നമ്മുടെ അർദ്ധസൈനികർ യാത്ര ചെയ്ത വാഹനം അത് തടഞ്ഞ് ഇന്ത്യക്കാരായ എല്ലാ സൈനികരെയും വധിച്ചു. 11 ദിവസം പൂർത്തിയാകും മുമ്പ് ആ ഉൾഫ തടവുകാരുടെ അഭയസ്ഥാനങ്ങളായിരുന്ന മ്യാൻമറിലെ കാടുകളിൽ, മ്യാൻമർ എന്ന് പറഞ്ഞാൽ പഴയ ബർമയുടെ പേരാ, ആ ബർമയുടെ കാടുകളിൽ ഒളിച്ചിരുന്നവരെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മുടെ സൈനികർ പോയിട്ട് അവിടെ ചെന്ന് ആ മുഴുവൻ ആളുകളെയും, ആ ആക്രമണത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വകവരുത്തി ഭസ്മീകരിച്ച് ഇന്ത്യൻ പട്ടാളത്തിൽ ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു വന്ന ധീരസാഹസികത നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായത് നിങ്ങളൊക്കെ മറന്നുപോയോ? അതിനുശേഷമല്ലേ ഉറി സംഭവം? ഉറി നമ്മുടെ സൈനിക കേന്ദ്രത്തിൽ വെളുപ്പാങ്കാലത്ത് ഇസ്ലാമിക തീവ്രവാദികൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോടെ കടന്നു വന്ന് നമ്മുടെ സൈനികരെ ആക്രമിച്ചു, ഒട്ടേറെ പേരെ കൊന്നൊടുക്കി. ഞാൻ ഓർക്കുന്നു, അതിന്റെ 4ാമത്തെ ദിവസമാണ് നരേന്ദ്രമോദി കോഴിക്കോട്ടെ കടപ്പുറത്തെത്തിയത്. BJPയുടെ ദേശീയ സമ്മേളനത്തിലെത്തിയ അദ്ദേഹം വന്ന് പറഞ്ഞു, ഞങ്ങള് പാകിസ്ഥാനിലെ ജനങ്ങളെയല്ല ഇത് തിരിച്ചടി നൽകാൻ പോകുന്നത്, പക്ഷെ തിരിച്ചടി നൽകാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കോഴിക്കോട്ടെ കടപ്പുറത്ത് നിന്നും നരേന്ദ്രമോദി
ഡൽഹിയിലെത്തിയതിൻ്റെ 7ാമത്തെ ദിവസമാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. ഞാൻ ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വരില്ല. എന്താ പാക് അധിനിവേശ കൈവശമുള്ള കാശ്മീർ എന്ന് പറഞ്ഞാൽ രാമൻ നായരുടെ പഴയ പാർട്ടി, ആ പാർട്ടിയുടെ ജവഹർലാൽ നെഹ്റുവിനെ ഞാൻ മാനിക്കുന്നു. ഏതാ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് അറിയാമോ? 48-ൽ പാകിസ്ഥാൻ ആക്രമിച്ച് ഇന്ത്യയിലേക്ക് ആക്രമിച്ച് കടന്ന് ഇന്ത്യയുടെ കാശ്മീരിന്റെ 3 ഭാഗം കൈവശപ്പെടുത്തിയപ്പോൾ പഴയ ആളുകൾക്കറിയാം, നമ്മുടെ അന്നത്തെ ഫീൽഡ് മാർഷൽ ജനറൽ കരിയപ്പ പോയി ആ സ്ഥലം മുഴുവൻ തിരിച്ചു പിടിച്ചപ്പോ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞത് സർ ജവഹർലാൽ നെഹ്റു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആ സ്ഥലം പാകിസ്ഥാന്റെ ഇരിക്കാൻ പറഞ്ഞു. അതാണ് ഇപ്പൊ നമുക്കെതിരായി ഭീകരവാദികളെ വാർത്തെടുക്കുന്ന സെന്റർ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീര POK. ഈ സംഭവത്തെ തുടർന്ന് നമ്മുടെ പട്ടാളം, നമ്മുടെ വ്യോമസേന കണിശമായി ആ 3 ഭീകരവാദ കേന്ദ്രങ്ങളും കണ്ടെത്തിയിട്ട് കൃത്യമായി അവിടെ ചെന്ന് അതെല്ലാം നശിപ്പിച്ച് ഒരു പോറലുമേൽക്കാതെ ഇന്ത്യയിലേക്ക് അവരെല്ലാം തിരിച്ചു വന്നപ്പോൾ വിശ്വവിജയിയായി ഇന്ത്യ മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ സംഭവം ഞാൻ സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ സംഭവം 40 സൈനികര് യാത്ര ചെയ്തു പോയവരെ വാഹന വ്യൂഹത്തിൽ ഒരു ഭീകരവാദി ചാവേറ് സ്ഫോടക വസ്തുക്കളുമായി ആക്രമിച്ച് 40 പേരെ കൊന്നപ്പോൾ ആ ചാവേർ എഴുതി വെച്ച കത്തെന്താ? RSSകാരെയും BJPക്കാരെയും വർഗീയവാദികളാണ് എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയായില്ലേ? ആ യുവാവ് എഴുതി വെച്ച കത്തിൽ എന്റെ ഈ കത്ത് വായിക്കുമ്പോഴേക്കും ഞാൻ സ്വർഗത്തിലെത്തിയിരിക്കും. 40ഓളം ആളുകളെ കൊന്ന സ്ഫോടക വസ്തുക്കളുമായി അറ്റാക്ക് ചെയ്യുന്നത് ദൈവിക കാര്യമാണ്, അള്ളാഹു സ്വീകരിച്ച് സ്വർഗത്തിലിരുത്തും എന്ന എഴുതി വെക്കാൻ തക്കവണ്ണം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത ഒരു സമ്പ്രദായത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ മുസ്ലിങ്ങൾക്കല്ലെതിരെ ഈ സമീപനത്തെ എതിർക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടവരല്ലേ ജനങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ വയനാട്ടില് ഒരു സൈനികൻ ഉൾപ്പെടെ ആ വീട്ടിൽ ഞങ്ങളെല്ലാം പോയതാണ്. കൊല്ലപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കെന്തായിരുന്നു? അവരുടെ ബലിദാനം വൃഥാവിലാകില്ല. അത് പറഞ്ഞ് 11ാമത്തെ ദിവസം പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ കഴിഞ്ഞ് 46 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്ന് അവരുടെ റഡാറുകളെല്ലാം അതിനെ നിഷ്പ്രഭമാക്കി അവിടെ ചെന്ന് 21 മിനിറ്റ് കൊണ്ട് ചെയ്തവനെയും അക്രമകാരികളെയും ഇസ്ലാമിക തീവ്രവാദികളായ ഭീകരവാദികളെയും എല്ലാം തകർത്ത് നമ്മുടെ സൈന്യം തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ അല്ലയോ കോൺഗ്രസ്സുകാരാ, അല്ലയോ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ നെഞ്ചിലേക്ക് നടക്കുന്ന കേരളക്കാരോട് ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താ? പാകിസ്ഥാൻ തിരിച്ചടിച്ചില്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അർപ്പിച്ച ആൾക്കാരാണ്. പക്ഷേ അവിടെ ചെന്നിട്ട് ഇപ്പൊ പറയുന്നുണ്ട, നരേന്ദ്രമോദി അതിന്റെ കണക്കെടുത്തില്ല. സൈനികന്മാരെ 21 മിനിറ്റ് നേരം റഡാറ്, വധയന്ത്ര തോക്കുകള്, വിമാനത്തെ കൊല്ലാൻ നിൽക്കുന്നവര്, സർവ്വസന്നാഹങ്ങളോട് നിൽക്കുന്നിടത്ത് സൂത്രശാലികളായി സമർത്ഥമായി അവിടെ ചെന്ന് 21 മിനിറ്റ് കൊണ്ട് 3 ലക്ഷ്യങ്ങളും ഭസ്മീകരിച്ച് തിരിച്ചു പോകുമ്പം നമ്മുടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് നരേന്ദ്രമോദി പരാജയപ്പെട്ടു, കാരണം അവിടെ എത്ര പേരാ മരിച്ചു വീഴുന്ന കണക്കെടുക്കാൻ നിന്നില്ലെന്നാണ്. സാമാന്യ ബുദ്ധി ഉണ്ടോ കോൺഗ്രസ്സുകാർക്ക്? ആ 21 മിനിറ്റ് സമയം അവിടെ കണക്കെടുക്കാൻ താഴെ ഇറങ്ങി ഓരോ സ്ഥലത്തും കണക്കെടുക്കാൻ
നിന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗതിയെത്താകുമായിരുന്നു. അതുകൊണ്ട് ഇത്രയും ബാലിശമായ നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. പഴയ കോൺഗ്രസ് ഇന്നില്ല. രാമൻ നായരും അതുപോലുള്ള ആശങ്കറും മന്നത്ത് പത്മനാഭനും ഒക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇന്നില്ല. ഇന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ രമേശ് ചെന്നിത്തലയുടെയും ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസിനെ വിശ്വസിക്കരുത്. മാനേറ്റ് ഗോപിനാഥപിള്ള എൻ്റെ ചെറുപ്പത്തിൽ ആറന്മുള മണ്ഡലമായിരുന്നു വെൺമണി. എനിക്കറിയാം മാനേറ്റ് ഗോപിനാഥപിള്ള മത്സരിച്ച സമയത്തൊക്കെ കോൺഗ്രസ് ഘടകത്തിന് മകനിവിടെ വന്നിട്ടുണ്ടാവും, എന്നോട് വിളിച്ചു വന്നു. എനിക്ക് അറിയില്ലുണ്ടോ? പ്രധാനമന്ത്രിയില്ലേ? അപ്പൊ ഇങ്ങനെ ദേശീയവാദികളായ കോൺഗ്രസ്സുകാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം, NS കൃഷ്ണപിള്ള കോൺഗ്രസ് ആയിരുന്ന കാലഘട്ടം, കളത്തിൽ വേലായുധൻ നായർ കോൺഗ്രസ് ആയിരുന്ന കാലഘട്ടം, മന്നത്ത് പത്മനാഭൻ കോൺഗ്രസ് ആയിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ഒറിജിനൽ കോൺഗ്രസ് ഇപ്പോഴില്ല. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസ്സാണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് കോൺഗ്രസിനെ കുറിച്ച് രാമൻ നായർ അദ്ദേഹത്തിന്റെ ജില്ലയിലെ ഒരു വലിയ നേതാവിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും പേര് നിങ്ങൾക്കറിയാം. റേപ്പ് കേസിൽ പ്രതിയായ അദ്ദേഹത്തിന്റെ നേതാവിനെ കുറിച്ച് അദ്ദേഹം പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പേര് തന്നെയാണ് ആ റേപ്പ് കേസിലെ പ്രതിയായ AICC ജനറൽ സെക്രട്ടറി എന്ന് രാമൻ നായർ ലക്ഷണം കണക്കെടുത്തിട്ട് ഞാൻ ആ പേര് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ അത്തരം ആളുകൾ വേണോ? അതിന് വേണോ? അതോ സുരേന്ദ്രനെ പോലെ BJPയുടെ കരുത്തരായ കേരള നേതാക്കളിൽ പ്രമുഖരായ സുരേന്ദ്രനെ പോലുള്ള ചെറുപ്പക്കാർ പാർലമെന്റിലേക്ക് എത്തിപ്പെടാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഈ മണ്ഡലത്തിൽ പ്രതിബദ്ധതയുണ്ട്. ആ ചരിത്രപരമായ ചുമതല നമ്മൾ നിറവേറ്റാൻ ശ്രമിക്കണം. മാധ്യമങ്ങളെ ആരും എതിർക്കേണ്ടതില്ല. പക്ഷേ മാധ്യമങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കരുത്. BJPയുടെ മുന്നേറ്റത്തിന് തടയിടാൻ കേരളത്തിലുടനീളം അത്തരത്തിലുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു. അതിന്റെ പുറകെ പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഒരു ചാനല്, ആ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ദൗത്യം പ്രധാനപ്പെട്ട ചാനലാണ്. ആ ചാനല് ശബരിമല ഒക്ടോബർ മാസം 1-ാം തീയതി സമരം തുടങ്ങിയ അന്ന് മുതൽ ആ സമരത്തെ പിന്നിൽ നിന്ന് കുത്താനും ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ശ്രമിച്ചു വരുന്ന ഒരു ചാനലുണ്ട്. നിങ്ങൾക്ക് ആ ചാനലിനെ സംബന്ധിച്ച് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണ മാധ്യമങ്ങളെല്ലാം ജനാധിപത്യത്തിൽ അതിനെല്ലാം അവർ പ്രവർത്തിക്കട്ടെ. ഞാനതിനൊന്നും തടസ്സമായി പറയുന്നില്ല. പക്ഷെ വിശ്വസിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും ചരിത്രം മാറ്റിക്കുറിക്കാൻ സാധിക്കും. ആ ചരിത്രം മാറ്റിക്കുറിക്കുന്ന പ്രക്രിയ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കേരളത്തിനിടയാക്കും. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരും. നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാസംഘം, ആ യാത്രാസംഘത്തോടൊപ്പം നമുക്ക് അണിചേരാൻ മലയാളികൾ 2014 അതിൽ പരാജയപ്പെട്ടവരാണ്, വിമുഖത കാട്ടിയവരാണ്, അതറിയാതെ പോയവരാണ്. ഇന്നത് മാറിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം നരേന്ദ്രമോദിയുടെ 2ാം മന്ത്രിസഭയിൽ കേരളത്തിൽ നാളുകൾ ഉണ്ടാവണം. തീർച്ചയായും അതിന് തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരുണ്ടാകണം. പത്തനംതിട്ട ഉൾപ്പെടെ ഒട്ടേറെ മണ്ഡലങ്ങളിൽ നിന്നും BJPയുടെ MP-മാര് മെയ് മാസം 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകും. ആ കൂട്ടത്തിൽ ഈ പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുരേന്ദ്രൻ ഉണ്ടാകും. അതിന് നിങ്ങളുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോട്, താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എനിക്ക് നാളെ കാസർഗോഡാണ് പരിപാടി. അതുകൊണ്ട് മാവേലി എക്സ്പ്രസിന് 8 മണിയോടുകൂടി കായംകുളത്ത് എത്തേണ്ടത് കൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം. സുരേന്ദ്രന്റെ പ്രസംഗം ഉൾപ്പെടെയുള്ളത് കേൾക്കാൻ എനിക്ക് സാധിക്കാത്ത സാഹചര്യമാണ്. എങ്കിലും എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഇവിടെ തുടിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത്. ആറന്മുളയിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതിയതായി ചേരുന്നവരെ നമ്മൾ ഇപ്പോൾ പുതിയ അംഗത്വം നൽകുന്നതാണ്. ശ്രീമതി ആശ രവീന്ദ്രൻ, DCC
മുൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ദു ചൂടിന്റെ സഹോദരിയാണ് ശ്രീമതി ആശ രവീന്ദ്രൻ. ചേട്ടാ മുമ്പേ പറ ചേട്ടാ മുമ്പേ മതി. അടുത്തത് ശ്രീ മാലയത്ത് പ്രതാപചന്ദ്രൻ. ആദ്യത്തെ MLA ആയ ആറന്മുളയുടെ MLA ആയ ശ്രീ മാലയത്ത് ഗോപിനാഥ പിള്ളയുടെ മകനാണ്. മാലയത്ത് പ്രതാപചന്ദ്രൻ. നന്നായിരുന്നു. അടുത്തത് അനിൽകുമാർ വല്ലന. രാജേന്ദ്രൻ വല്ലന. ശ്രീ അനിൽകുമാർ വല്ലന CPM. ശ്രീ രാജേന്ദ്രൻ വല്ലന CPM. ശ്രീ ബിച്ചു തടത്തിൽ കിഴക്കേതിൽ CPM. ശ്രീ സുനിൽ CPM. ശ്രീ ബിനുക്കുട്ടൻ. ശ്രീ നാരായണൻ. ശ്രീ ബിനു മനോജ് CPM. ശ്രീ മധുസൂദൻ നായർ CPM. ശ്രീ മനോജ് കുമാർ BC കോൺഗ്രസ്. ശ്രീമതി അമ്പിളി സോമൻ CPM. ശ്രീ തുളസി കുമാർ CPM. സുരേന്ദ്രജിയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് നമ്മുടെ ഇവിടുത്തെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സ്വരൂപിച്ച ഫണ്ട് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റിന് കൈമാറുന്നതാണ്. ആറന്മുളയിലെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെ ആറന്മുള പഞ്ചായത്ത് കമ്മിറ്റിയുടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സ്വരൂപിച്ച ഫണ്ട് ഇപ്പോൾ നമ്മുടെ ആരാധനായ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് അവർ കൈമാറുന്നതാണ്. അവരെ കയറില്ല. ആ സ്റ്റേജിൽ നിൽക്കുന്നവരുടെ ചേട്ടാ അങ്ങോട്ട് ഇറങ്ങിക്കണം. സ്റ്റേജിൽ നിൽക്കുന്നവർ ബാക്കിയുള്ളവർ അങ്ങോട്ട് ഇറങ്ങിക്കണം. ബാക്കിയുള്ളവർ തുടങ്ങി എന്നാൽ അവരെ കയറ്റി വിടാൻ. സുരേന്ദ്രജിയെ സ്വീകരിക്കാനായിട്ട് ആൾക്കാരെ വിളിക്കുന്നു. 1-2 പേരെ സ്വീകരിക്കുന്നു. ആറന്മുളയിലെ ആവേശകരമായ സ്വീകരണത്തിന്, സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നമ്മുടെ കെ സുരേന്ദ്രജി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഏറെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കൺവെൻഷന്റെ അധ്യക്ഷൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മണ്ഡലം കൺവീനർ അഭിലാഷ്, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്, ഇവിടെ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സർവാദരണീയനായ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള സാർ, മുതിർന്ന നേതാവ് ശ്രീ VN ഉണ്ണിച്ചേട്ടൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ അശോകൻ കുളനട,
ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി ആർ നായർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ രാമൻ നായർ സാർ, ഈ വേദിയിൽ അനേകം BJP നേതാക്കൾ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാക്കളുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് വായിക്കുന്നില്ല. സർവാദരണീയരായിട്ടുള്ള നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, കൊച്ചുകുട്ടികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, വോട്ടർമാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഹോളിനകത്തുള്ളതിനേക്കാൾ 4 ഇരട്ടി ആളുകൾ ഇതിൻ്റെ പുറത്ത്, അവർക്ക് ഇതിനകത്ത് കടക്കാൻ പറ്റാത്ത വിധം ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് അമ്മമാർ, എനിക്കറിയാം 2-3 മണിക്കൂറായി ഇവിടെ വന്നിരിക്കുകയാണ്. ഈ സന്ധ്യാസമയമായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നും എനിക്കറിയാം. സ്ഥാനാർത്ഥിയെ വന്നു കണ്ടു, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാതെ എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ അമ്മമാരുടെ ഈ വികാര പ്രകടനമാണ് പത്തനംതിട്ടയിൽ എൻ്റെ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 5-6 മാസമായി നിങ്ങളെല്ലാവരും അങ്ങേയറ്റത്തെ വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിങ്ങനെ നീറുകയാണ്. എത്രയോ കാലമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ചില വിശ്വാസങ്ങൾ, നമ്മുടെ സംസ്കാരം, പാരമ്പര്യം, നമ്മൾ മരിച്ചുപോയാലും നമ്മുടെ മക്കളും കൊച്ചുമക്കളും അതേ വഴിയിൽ സഞ്ചരിക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹം, അതിനെല്ലാം വലിയ തടസ്സമായിട്ടൊരു ഭരണകൂടം പരിശ്രമിച്ചപ്പോൾ ഇവിടെ ആദ്യം തെരുവിലിറങ്ങിയത് മറ്റാരുമല്ല, ഈ അമ്മമാരാണ് എന്നുള്ളത് എനിക്കറിയാം. അവർ തെരുവിലിറങ്ങിയതുകൊണ്ടാണ് സമൂഹം സടകുടഞ്ഞ് എഴുന്നേറ്റത്. അവരുടെ ഗർഗത കണ്ഠങ്ങളിൽ നിന്നാണ്, നാമജപ പ്രതിഷേധങ്ങളിൽ നിന്നാണ് ലോകം മുഴുവനുള്ള വിശ്വാസി സമൂഹം സടകുടഞ്ഞ് എഴുന്നേറ്റ് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മഹാശക്തിയായി ഇവിടെ വളർന്നു വന്നു. ഞാൻ അവരോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ആശങ്കകൾ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് നഷ്ടബോധം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള വേദന ഒരു നെരിപ്പോട് പോലെ ഇങ്ങനെ നെഞ്ചിലെ തീ, ആ തീ അണയ്ക്കുക എന്നുള്ളതാണ് പത്തനംതിട്ടയിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകാനുള്ള വാഗ്ദാനം എന്നുള്ളതാണ്. ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള അനേകം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഈ മണ്ണ് പവിത്രമായിട്ടുള്ള ഒരു മണ്ണാണ്. ഇവിടെ ലോകം മുഴുവനുള്ള ആളുകൾ ഇങ്ങോട്ട് ഉറ്റുനോക്കുന്നുണ്ട്. BJP ഇതിനു മുമ്പും ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. BJPക്ക് ഞാൻ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പലയിടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. NDA 2004 ഇവിടെ ഒരു സീറ്റ് നേടിയിട്ടുമുണ്ട്. BJP എന്നുള്ള നിലയിലോ അതിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു പ്രവർത്തകൻ നിൽക്കുന്നു എന്നുള്ള നിലയിലോ അല്ല നിങ്ങളെല്ലാവരും ലോകം മുഴുവൻ പത്തനംതിട്ടയെ ഉറ്റുനോക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം, ഈ വികാര പ്രകടനം, ഈ ആത്മരോഷം എനിക്കുള്ളതല്ല, അവിടെയാണെന്ന് എനിക്ക് അസലായിട്ട് അറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പത്തനംതിട്ടയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ശബരിമല തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് യാതൊരു തർക്കവുമില്ല. പത്തനംതിട്ടയിലെ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകർ 3 സ്ഥാനാർത്ഥികളെയും വിളിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുകളെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ പറഞ്ഞത്
എന്തായിരിക്കും നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്നവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, പത്തനംതിട്ടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാനുള്ള ഭാഗ്യമുണ്ടായാൽ, അവസരം ലഭിച്ചാൽ ശബരിമലയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചുമതലയായിട്ട്. ശബരിമല അങ്ങനെ ആർക്കും വന്ന് നിരങ്ങാനുള്ള ഒരു ചന്തയല്ല എന്ന് ഈ നാട്ടിലെ സമൂഹത്തിന് തെളിയിച്ചു കൊടുക്കാനുള്ള അവസരമാണ്. ആർക്കും വന്ന് കൊട്ടാനുള്ള ചന്തയല്ല. ലോകം മുഴുവനുള്ള വിശ്വാസി സമൂഹത്തിന്റെ പ്രാർത്ഥനാ കേന്ദ്രമാണ്. ഒരു ഭരണകൂടം എല്ലാവിധ മർദ്ദനോപാധികളെയും ഉപയോഗിച്ചുകൊണ്ട് കൊടിയ പീഡനങ്ങൾ, വിശ്വാസി സമൂഹത്തിനെതിരെ വേട്ടയാടലുകൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ എല്ലാം ഒരു ജനതയുടെ നേരെ നീട്ടിപ്പിടിച്ചപ്പോൾ നാം പരാജയപ്പെട്ടിട്ടില്ല. നാം സ്വന്തം കാര്യം നോക്കിയിട്ടില്ല. ഹരിവരാസനം പാടി അയ്യപ്പന്റെ നട അടയ്ക്കുന്നത് വരെ അമ്മമാർ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്ന നാളുകൾ ഉണ്ടായിരുന്നില്ലേ? ഈ ജനം ടി വി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളത് കണ്ടു. ജനം ടി വി കാണിച്ചതുകൊണ്ട് ബാക്കി എല്ലാവരും കാണിച്ചുകൊണ്ടുള്ളത് ശരിയാണ്. ഒരു ഗവൺമെന്റ് ചെയ്യാവുന്നതിന്റെ പരമാവധി ഒരു സമൂഹത്തോട് ചെയ്തിരിക്കുന്നു. അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് വേറെ മാർഗങ്ങളില്ല. അതിനുള്ള മറുപടി ജനാധിപത്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വെടിയുണ്ടകളെക്കാൾ ശക്തിയുള്ള ആയുധം നമ്മുടെ കൈവിരൽ തുമ്പിലുണ്ട്. ഏപ്രിൽ മാസം 23-ാം തീയതി പത്തനംതിട്ടയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 6 മാസത്തെ സംഭവങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ മനസ്സിൽ വരുമെന്ന് എനിക്കറിയാം. അതിന് ബിംബങ്ങളും ചിത്രങ്ങളും പ്രദർശനങ്ങളും വാക്കുകളും വരകളും ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് പറിച്ചു മാറ്റാൻ ഒരു ശക്തിക്കും, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും, ഒരു ഭരണകൂടത്തിനും സാധിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് തോറ്റു കൊടുക്കാനാവില്ല. ഇവിടെ നാം തോറ്റു കൊടുത്താൽ അടുത്ത തലമുറ നമ്മളെ നോക്കി നിങ്ങളൊക്കെ ഇവിടെ എന്തിനാണ് ജീവിച്ചത് എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടാവും. ചില ആളുകൾ മാരീജനന്മാരെ പോലെ ഇപ്പൊ വന്നിരിക്കുകയാണ്. ചില ആളുകൾ അദ്ദേഹത്തിന്റെ പഴയ പാർട്ടിക്കാരിപ്പോ മാരീജനെ പോലെ പുതിയ കുപ്പായമൊക്കെ തയ്പ്പിച്ച് വന്നിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസികളുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരാരും തന്നെ വിശ്വാസികളുടെ കൂടെ നിന്നിട്ടില്ല. ഈ ദുർഘട കാലത്ത് നാം എന്ത് ചെയ്യണമെന്നറിയാതെ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ കാലത്ത്, പൊട്ടിക്കരഞ്ഞ കാലത്ത്, നെഞ്ചത്തടിച്ച കാലത്ത് നമ്മെ സഹായിക്കാൻ ഇവരാരും ഉണ്ടായിരുന്നില്ല. ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആപത്ത കാലത്ത് അവരുടെ കൂടെ നിൽക്കേണ്ടവരാണ്. അവരാരും നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയൊരു മാറ്റം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ ഗ്രാമത്തിലും ചെന്ന് നോക്കുമ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസം 24-ാം തീയതി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങി അവിടെ കാലുകുത്തിയ നിമിഷം മുതൽ ഇന്നിപ്പോൾ ആറന്മുളയിലെ ഈ പവിത്രമായിട്ടുള്ള മണ്ണിൽ വന്ന് നിൽക്കുന്നത് വരെയുള്ള ഓരോ മിനിറ്റിലും ജനങ്ങളുടെ നെഞ്ചിടിപ്പ് എനിക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. ആ നെഞ്ചിടിപ്പിനുള്ള കാരണം BJP സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നോടുള്ള സ്നേഹമാണ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു വിഡ്ഢിയായി. ആ നെഞ്ചിടിപ്പിനും സ്നേഹപ്രകടനത്തിനുള്ള കാരണം പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ചില ആളുകൾ മനഃപൂർവ്വം ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്, ഇതിവിടെ ചർച്ച ചെയ്യാനേ പാടില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. അപ്പോ ബാബറി മസ്ജിദ് ചർച്ച ചെയ്യുന്ന ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. 1992 മുതൽ ഇവിടെയുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും
പള്ളി വിളിച്ചു എന്ന് പറഞ്ഞ് ഓരോ വീടും കയറി അത് തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കുമ്പോൾ ഇവിടെ ആരും അതിന് തടസ്സം നിന്നിരുന്നില്ല. പക്ഷെ ചില സത്യങ്ങൾ പറയുമ്പോൾ അത് പാടില്ല എന്ന് പറയാൻ CPM-നെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അതിവിടെ ചർച്ച ചെയ്യരുത് എന്നുള്ള അവരുടെ വാശിയാണ്. അതുകൊണ്ട് അമ്മമാർ അത് തന്നെ ചർച്ച ചെയ്യണം. ഓരോ വീട്ടിലും അത് തന്നെ, ഈ സന്ദേശം തന്നെ എത്തിക്കണം. വേദനിക്കുന്ന ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഈ കാര്യം തന്നെ നമുക്ക് പറയാൻ സാധിക്കണം. ജനങ്ങളാണ് യജമാനന്മാർ ജനാധിപത്യത്തിൽ. ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ജനങ്ങളുടെ ഭൂരിപക്ഷമാണ് ഇവിടെ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചർച്ചകളെല്ലാം ജനങ്ങൾ നടത്തും. നാം ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുന്നവരാണ്. ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ ഇന്നേ വരെ നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല. കേരളത്തിൽ ഒരു BJP സ്ഥാനാർത്ഥിക്കെതിരെയും ഇന്ന് വരെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലുമില്ല. നാം തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മര്യാദകളും പഥ്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോ രാഹുൽ ഗാന്ധി ശ്രീധരൻപിള്ള പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനതുകൊണ്ട് പറയാം, ഇവിടേക്ക് വന്നിരിക്കും. എനിക്ക് തോന്നുന്ന ഒരർത്ഥത്തിൽ നന്നായി എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ് ശരിയാവണ്ണം വിലയിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നത് നന്നായിരിക്കുന്നു. കാരണം ഇവിടെ അപ്രസക്തമാവാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി CPM-നും ഇടതുപക്ഷത്തിനും എന്താണ് പ്രസക്തി? CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണല്ലോ രാഹുൽ ഗാന്ധി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. അപ്പൊ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അപ്പൊ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്ന ആളിവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഇതിൽ കളം വിട്ട് പോയിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിന്റെ ചിത്രങ്ങളൊന്നും ഇത്രയും കാലം കേരളത്തിൽ നേരിട്ട് പ്രതിഫലിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ അതും സംഭവിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ നേരിടാൻ പോകുന്നത് മറ്റാരുമല്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. സീതാറാം യെച്ചൂരിയുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വന്നതെന്നാണ് പറഞ്ഞത്. ഇത്രയും ദിവസം ഒരാഴ്ച കേരളത്തിലേക്ക് വരാതിരുന്നതിന്റെ കാരണം CPM-ന്റെ എതിർപ്പാണ്. ഇപ്പൊ എന്താണ് CPM എതിർപ്പ് പിൻവലിക്കാനുള്ള കാരണം? ഉറപ്പാണ്, ഇവർ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ BJP-ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ പരാജയപ്പെടുത്തി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ പങ്കുവെക്കാനുള്ള നീക്കമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള തീരുമാനത്തിന് പിന്നിൽ പത്തനംതിട്ടയും ഉണ്ട് എന്നാണ്. നമ്മൾ ജയിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അമ്മമാരുടെ ഒരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന മലയാളി, പരിണതപ്രജ്ഞനായിട്ടുള്ള സന്യാസിയെ പോലെ കേരളം കാണുന്ന O രാജഗോപാൽജി, ഇത്രയധികം നല്ല കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്ത ഒരു മന്ത്രിയും ഇത് ഈ നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ 8ഉം 10ഉം കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. നാം പരാജയപ്പെടുത്തിയിട്ടും വാജ്പേയി ഗവൺമെന്റ് രാജ്യസഭയിലേക്ക് അയച്ച് മധ്യപ്രദേശിൽ നിന്നും പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്ത് ഇവിടെ മന്ത്രിയാക്കിയതാണ് രാജേട്ടൻ. ആ രാജേട്ടൻ ചെയ്തതുപോലുള്ള ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ നാടിന് നൽകിയ ഒരാളെ പോലും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ജാതി മത ചിന്തകൾ ഉപയോഗിച്ച് ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്തി 14,000 വോട്ടിനാണ് ആ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജഗോപാൽജി തിരുവനന്തപുരത്ത് തോറ്റത്. അതൊരു പാഠമായിരിക്കട്ടെ. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചു നിന്നാലും BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടുമായി 50%-ലധികം വോട്ട് നേടി BJP എംപിമാർ ജയിക്കുന്ന നിലയിലേക്ക് കേരളത്തെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ കേരള വരവ് നമുക്ക് നൽകുന്ന സൂചന. അതുകൊണ്ട് ഈ പ്രതിഷേധം, ശക്തമായിട്ടുള്ള ഈ വികാരം ഓരോ വീടുകളിലേക്കും ഓരോ ഹൃദയങ്ങളിലേക്കും സന്നിവേശിപ്പിക്കാൻ അമ്മമാർ മുൻകൈയെടുക്കണം, സഹോദരിമാർ മുൻകൈയെടുക്കണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പന്തളത്തെ മണികണ്ഠൻ ആൽത്തറയുടെ മുന്നിൽ നിന്നും
ആരും ആവശ്യപ്പെടാതെ നിങ്ങൾ തുടങ്ങി വെച്ച ആ മഹത്തായിട്ടുള്ള വിപ്ലവം നാമജപ പ്രതിഷേധമായി കേരളം മുഴുവൻ അലയടിച്ച് അതിന്റെ അനുരണനങ്ങൾ ഇന്ത്യ രാജ്യം കടന്ന് ലോകം മുഴുവൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോ പൂഞ്ഞാറിൽ നിന്നാണ് വരുന്നത്. എന്നോട് ഷാജിയാർ നായരുണ്ടായിരുന്നു. എനിക്ക് ആറന്മുള ഈ കൺവെൻഷനെ സംബന്ധിച്ച് ഒരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം ആറന്മുള അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ പൂഞ്ഞാർ അങ്ങനെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമല്ല. ഷാജിയോട് ചോദിച്ചു നോക്കുക, പൂഞ്ഞാറിലെ അമ്മമാരുടെ ആയിരക്കണക്കിന് അമ്മമാരോടാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ അമ്മമാരുടെ ശക്തി, മാതൃശക്തി ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കാൻ പോകുന്നത് അമ്മമാരുടെ ശക്തിയാണ്. പുരുഷന്മാര് മാലയിട്ട് വ്രതമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചില മരിച്ച വീട്ടിലൊക്കെ പോകേണ്ടി വരും, പല ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ പുരുഷന്മാർ മാലയിട്ട് വ്രതശുദ്ധിയോടുകൂടി പോകുമ്പോൾ ആ വീട്ടിലെ അമ്മമാരാണ്, ഭാര്യമാരാണ്, സഹോദരിമാരാണ് അവരെക്കാൾ കൂടുതൽ ശുദ്ധിയോടും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഇവിടെ നമ്മെ നയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുരുഷന്മാർ വേണമെന്നല്ല. ഈ അമ്മമാരുടെ ശക്തി, മാതൃശക്തിയുടെ വിരാട രൂപം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ഉയർന്നു നിൽക്കുന്ന ഈ മാതൃശക്തിയുടെ വിരാട രൂപം ഇനിയുള്ള 22 ദിവസം വീടുകളിൽ നിന്ന് വീടുകളിലേക്ക്, മനസ്സിൽ നിന്ന് മനസ്സിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നിങ്ങൾ സന്നിവേശിപ്പിച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി ഇവിടെ വിജയിക്കാൻ സാധിക്കും. ബിജെപിയിലേക്ക് ഇത്രയും കാലം ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമായിരുന്നു. ഇത്രയും കാലം ജാതിയുടെ മതത്തിന്റെ ഒക്കെ പേര് പറഞ്ഞുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നു. ഇതാദ്യമായിട്ട് ഒരു ഒന്നിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയം ഇവിടെ വിജയിക്കും. ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടുന്ന ചരിത്രമേ നാം പഠിച്ചിട്ടുള്ളൂ, നാം കണ്ടിട്ടുള്ളൂ. UDF-ഉം LDF-ഉം ജനങ്ങളെ ഭിന്നിപ്പിച്ചാണ് ജയിക്കുന്നത്. എന്നാൽ 65 കൊല്ലത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ട് ജനങ്ങളെ ആകെ ഒന്നിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒന്നിപ്പിക്കുന്നതിന്റെ കാരണം ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളുള്ളത് കൊണ്ട് ഇവിടെ പറയുന്നില്ല. ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 23-ാം തീയതി വരുന്നത്. അതിന് ആ ദിവസം വരെ, പോളിംഗ് കഴിയുന്ന 5 മണി വരെ ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും വിശ്വാസി സമൂഹവും ഒറ്റക്കെട്ടായി ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. നിങ്ങളുടെ കൂടെയുള്ള ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാൻ, വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ഒരു അനിയനായി, ഒരു മകനായി നിങ്ങൾ ഉണ്ടാവും. വാഗ്ദാനങ്ങളൊന്നും കിട്ടുന്നില്ല. അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമം കുറച്ചുകൂടി ശക്തിപ്പെടുത്തണമെന്ന് മാത്രം വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും കാണാനും നിങ്ങൾ നൽകിയ ഊഷ്മളമായിട്ടുള്ള ഈ വരവേൽപ്പിന് നന്ദി പ്രകാശിപ്പിക്കാനും അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.